നമസ്കാരം. ഇന്നത്തെ നമ്മൾ ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പ്രേതബാധ ഒഴിവാക്കാൻ പോയ കാര്യമാണ്. എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരാൾ സുഖമില്ലാതെ കിടക്കാറുന്നു. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയതാണ്. ലേശം വയസ്സായ ഒരാളാണ്. അപ്പോൾ അവിടെ കുടുംബത്തിൽ പെട്ട ഒരാൾ തന്നെ എപ്പോഴും ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ ആൾ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാണ്, നല്ല പരസഹായിയാണ്, എന്ത് കാര്യത്തിനും നല്ല സ്വഭാവമുള്ള വ്യക്തിയൊക്കെയാണ്. പക്ഷേ അവിടെ വല്ലാത്തൊരു മൂകത. അപ്പോൾ കാര്യം എനിക്കിങ്ങനെ ഏകദേശം മനസ്സിലായി തുടങ്ങി. ഒരു ദിവസം കൊണ്ടൊന്നുമല്ല കേട്ടോ, 2, 3, 4, 5, 6, 7 ദിവസം പിടിക്കണം. ഇയാളെ ഒറ്റയ്ക്കൊന്നും എനിക്ക് കിട്ടണില്ല. കാര്യം അറിയാൻ മൊബൈൽ ഫോൺ പിന്നെ അങ്ങനെ ഉപയോഗിക്കലുമില്ല. ഇയാളെപ്പോഴും കുടുംബത്തിൻ്റെ ഇടയിലാണ്. എന്തെങ്കിലും ജോലി ഉണ്ടാവും, ഫോൺ കാണാൻ വരുന്നത് കാണാം. അപ്പോൾ ഞാൻ കൂടുതൽ മറ്റൊരാളോട് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കലുള്ളില്ല. അങ്ങനെ വേറൊരാൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം വേണ്ടേന് എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകിട്ട് ഇയാളെ ഒറ്റയ്ക്കൊന്ന് കിട്ടി. അപ്പോൾ അയാളോട് സംസാരിച്ച് നോക്കുമ്പോൾ അയാൾ തുറന്നു പറഞ്ഞു, എനിക്ക് മരിക്കണടാ, ഞാൻ തൂങ്ങി മരിക്കാൻ നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അതിന് വല്ലാതെ എൻ്റെ മനസ്സ് തട്ടി. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വീട്ടിൽ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം എനിക്ക് മുൻകാഴ്ചകളുള്ള വ്യക്തി തന്നെയാണ്. ആളെ തിരഞ്ഞു പോകാൻ പറ്റിയ സ്ഥലമാണ്. 4 പുറം കാടും അതിനുള്ള ഒരുക്കമാനങ്ങളൊക്കെ ഞാൻ അങ്ങനെ കണ്ടു, തിരഞ്ഞു നടക്കുന്നതൊക്കെ. അപ്പോൾ ചെറുപ്പ പ്രായക്കാരം, എന്നേക്കായി 1-2 വയസ്സ് കൂടും. കല്യാണം കഴിച്ചു, കുട്ടിയൊക്കെ ഉണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുഖത്തേക്ക് പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം. അങ്ങനെ ഞാൻ പതുക്കെ അവിടെ ഇരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നോക്കാണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ വൈകുന്നേരത്ത് രാവിലെ അവിടെ ചെന്ന് അവിടെ വിളക്ക് കത്തിക്കുക, അതിൻ്റെ പ്രാർത്ഥനകൾ, കാര്യങ്ങൾ, അതിന് പറ്റിയ അന്തരീക്ഷവും നല്ല ശുദ്ധി വൃത്തിയുള്ള സ്ഥലമാണ്. അങ്ങനെയൊക്കെ അങ്ങനെ തുടർന്നു. പല മന്ത്രങ്ങൾ ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അതൊന്നിലും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വരുമ്പോൾ ചൂളും ആളുടെ ഇടയിൽ നിന്ന്, അതായത് ഒഴിഞ്ഞു മാറും നർത്തം, ആളുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണമില്ല. പിന്നെ എന്നെ ഒന്ന് പെരുമാറണം എന്നുള്ള നല്ലൊരു പൂതിയിലും ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് ഇപ്പോൾ അത്യാവശ്യം ഇവിടുന്ന് ഒരു കാര്യത്തിന് പോകുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇവിടുത്തെ ഒരു ഗുരുനാഥന്മാർ അല്ലെങ്കിൽ ഒരു പണിക്കർ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിന് പോവുകയാണെങ്കിൽ അത് വൃത്തിയും വെടുപ്പോടെ ലക്ഷ്യം അതിന് ചെയ്തിങ്ങോട്ട് പോരുക, വേറെ ഒരു പ്രലോഭനത്തിലും പെടരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ധൈര്യം, മുന്നോട്ടുള്ള വഴി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ പാർത്തിരിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരുടെയൊക്കെ വീടൊക്കെ കുറച്ച് താഴത്താണ്. ഞാൻ കുറച്ച് നേരം ധ്യാനത്തിലിരുന്നു. പിന്നെ അവിടെ കുറച്ച് മുസ്ലിം പ്രമാണിമാരുണ്ട്, അവരുടെ സഹായം കൂടി എനിക്ക് വേണം. പള്ളി, പിന്നെ കുറച്ച് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കണ ഇടമാണ്. പിന്നെ ഇവരുടെ വീട്ടിൽ തന്നെ ഭദ്രകാളി ക്ഷേത്രം, നാഗങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ക്ഷേത്രം. അവിടെ വിപുലമായിട്ട് പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ് അവരിയ്ക്കുന്ന സ്ഥലത്ത്. അതിൻ്റെ പരിപാടികളിലൊക്കെ പങ്കുകൊള്ളുന്ന ആളുമാണ്. അങ്ങനത്തെ എന്തിനും എവിടെ ഓടിയെത്തുന്ന ആളുമാണ്. അങ്ങനെ അവിടത്തേക്ക് അനുമതിക്ക് വേണം. അതൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങി ഇരുന്ന് പരിപാടി ഇങ്ങനെ ചെയ്യണം. എൻ്റെ കുറച്ചിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ അവർ ലേശം കഴിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അത്ര പറ്റിയില്ല. സാധാരണ അവിടുത്തെ കാരണന്മാർ, ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ആളൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പോൾ അത് നിർത്തി. എന്നെ വിളിക്കലുണ്ട്, വായോ ഒരു തുള്ളി ഉണ്ട് പറഞ്ഞിട്ട്. ഒരു 5-6-7 ആൾ ആണുങ്ങളൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ്റെയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറുത് തരും. അപ്പോൾ അത് കഴിക്കും, മാറി നിൽക്കും. പിന്നെ ഞാൻ അതത്ര രസിക്കാനൊന്നും പോക്കില്ല, ഒറ്റയ്ക്ക് വന്നിരിക്കും. അപ്പോൾ ഈ സ്ത്രീയുടെ വിചാരം നമ്മളിപ്പോൾ അവിടെ പോയിട്ട് കള്ളും കുടിച്ച് മലന്ന് നടക്കാൻ പോകുന്ന അതല്ല. അത് സ്ത്രീ ഒരു കണക്കിലൊരു പാവമാണ് ഇനി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒപ്പം അന്ന് ഞാൻ അതിനാണ് നിന്നിട്ടുണ്ടെങ്കിൽ ആ തറവാട്ടിൽ നിന്ന് ഇനി കൂടി അവിടെ ചവിട്ടി കൂട്ടും. അപ്പോൾ അതും എനിക്ക് മുന്നിൽ കാണാൻ കഴിയും. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. കുറച്ചിട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു മനുഷ്യന് കാണാൻ പറ്റാത്ത കോലത്തിലാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ ജോലി തുടങ്ങുന്നുണ്ട്. പുറത്തിരുന്നു, കാരണം തിണ്ടത്ത് ഇങ്ങനെ ഇരുന്നു. ഞാൻ എൻ്റെ ജോലി തുടങ്ങി. പുറത്തിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആൾ ഇളകി. ആളാ തനി സ്വരൂപം ഞാൻ കണ്ടു. ഒരു വീട്ടിൽ നടക്കാൻ പറ്റാത്തത്, അത്രയും ഭീകരമായൊരു അന്തരീക്ഷം. അത് പിന്നെ ഞാൻ പുറത്ത് പറയുന്നില്ല. അങ്ങനത്തെ ഒരു ഭീകരാന്തരീക്ഷം. ഞാൻ എണീറ്റില്ല. ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് കാണാനും കഴിയില്ല. പേടിക്കും. ചുറ്റുള്ള നാട്ടുകാരടക്കം പേടിക്കും. ഒരാളാ വളപ്പിലേക്ക് ഇങ്ങോട്ട് കിടക്കില്ല, ആ വളപ്പിൽ വെച്ചിട്ടാണ് നടന്നത്. ഒരു 15 മിനിറ്റ് നീണ്ടു നിൽക്കണ ഒരു പരിപാടിന്ന് കൂട്ടുക.
അതിഘോരമായൊരു പരിപാടി. അപ്പോൾ അതിൻ്റെ മുന്നേ ഇയാളുടെ പേര് എന്നോട് അത്ര രമ്യതയിലല്ല അവിടെ ചെന്ന് നോക്കുമ്പോൾ. ഞാനൊരു നല്ല കാര്യത്തിനാണല്ലോ ചെന്നത്, ഇതൊന്നും എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ വെറുതെ നടക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന്, അയാളുടെ വീടല്ല, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ താമസിക്കണ വീട്, ഞാൻ ചെന്നിരിക്കണ വീട്ടിൽ നിന്ന് എനിക്കൊരു തുണ്ട് കടലാസ് കിട്ടി. അതെടുത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ അയാൾ ഏതോ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിച്ച പേരും നാളും എനിക്ക് കിട്ടി. അപ്പോൾ അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ നീങ്ങുക, ആരും അറിയാത്ത പരിപാടികൾ. പിറ്റേ ദിവസം രാവിലെ നീച്ചു, അന്ന് അവിടെ കൂടി. പിറ്റേ ദിവസം രാവിലെ നീച്ചു ഇറങ്ങിയ വഴി ഇയാളുടെ മുഖത്ത് കണ്ടു ഞാൻ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം അതൊരു മാനസിക സമ്മർദ്ദം ആവും ചെയ്യരുത്. അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. കണ്ടു, കുഴപ്പമില്ല, അങ്ങോട്ട് പോന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു നോക്കുമ്പോൾ അദ്ദേഹം അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ഒന്ന് പോരോ ചോദിച്ചു. അപ്പോൾ ഏത് അമ്പലത്തിലേക്ക് ചോദിച്ചു. അപ്പോൾ ഒരു അമ്പലത്തേക്കാണ്, എൻ്റെ ഒപ്പം ഒന്ന് പോരോ, പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അവരടുത്ത് തന്നെയുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക്. ആൾക്കൊരു മടി മാതിരി. അപ്പോൾ ആ മടിക്കൊന്നും വേണ്ട, ഞാൻ പോരാ. ഞാൻ കൂടെ ചെന്നു. അവിടെ എന്തോ ഒരു പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ചു, പ്രസാദം കൊടുന്നു. ഞാനും പോയി തൊഴുതു. ഞാൻ വേഗം പുറത്തു നിന്നു, പോയി വാന്ന് പറഞ്ഞു. ഞാൻ പോയി തൊഴുത് പുറത്തു നിന്നു. ഒരു മഹാക്ഷേത്രമാണ്, അവിടെ പോയി ഒന്ന് പുറത്തു പ്രസാദം കൊടുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭാര്യയും കുട്ടിയും ഇയൊക്കെ തൊട്ടുക, എൻ്റെ പേരിൽ കഴിച്ചില്ല, വേറെ ആരും കൊടുക്കണ്ടായിരുന്നു. ഞാനും തൊട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ തൊട്ടിട്ട് അത് അവർ എച്ചിലാക്കണ്ട, കൊണ്ടുപോയി പറഞ്ഞു. എനിക്ക് നീട്ടി തന്നു. അപ്പോൾ അത്രയും ശുദ്ധമായൊരു വ്യക്തി മാറലാണ്. കാരണം ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, അതാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനും ആ പണി ചെയ്യും. അപ്പോൾ കാരണം വേറെ ഒന്നുമില്ല, ജോലിയില്ല, പൈസ ഇല്ല, വരുമാനമില്ല, ഒന്നാമത് തലയ്ക്ക് ഒരു സുഖമില്ല, ഇതൊക്കെ തന്നെ. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണം. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ആളുകളെ കണ്ടറിയാം. ഒറ്റയ്ക്ക് പോയിട്ട് പതുക്കെ പോയിട്ട് ജീവിതമാണ് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച ആളാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അന്തസ്സായിട്ട് നടക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. സ്വാമി ശരണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ഇപ്പോൾ നമുക്ക് കളിക്കാൻ സമയമില്ല എന്ന് പറയാം. അപ്പോൾ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം.